പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം രാത്രി വിക്രം വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ ബലൂണിൽ ബിയർ നിറച്ചിട്ട് വിക്രമിൻ്റെ ദേഹത്തേക്ക് എറിയാണ്. എന്നിട്ട് ഓടി രമ്യയുടെ വീട്ടിൽ കയറി ഒളിക്കുന്നുണ്ട്. ഇത് കാണുന്ന വിക്രം പിറകെ നിൽക്കട എന്നും പറഞ്ഞുകൊണ്ട് ഓടിയാണ്. ഓടിയിട്ട് രമ്യയുടെ വീട്ടിലേക്ക് ഓടി കയറുന്നത് കാണുന്നുണ്ട്. അപ്പോൾ വിക്രമും പിറകെ തന്നെ വീട്ടിലേക്ക് കയറുകയാണ്. പക്ഷെ വീടിനുള്ളിൽ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. തിരിഞ്ഞു നിൽക്കുന്ന ആൾ ഗുണ്ടയാണെന്ന് കരുതി ഓടിച്ചെന്ന് വിക്രം കെട്ടിപ്പിടിക്കുകയാണ്, ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. അപ്പോൾ പക്ഷേ അത് രമ്യായിരുന്നു. നിലവിളിക്കുകയാണ്, എന്നെ ആരോ ആക്രമിക്കും, ഓടി വരുമോ, എന്നെ ആരോ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടാണ്. ഇതിന് ഇടയിൽ അകത്ത് കയറിയിരുന്ന ഗുണ്ട പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇത് ഇവരെ വിക്രം കാണുന്നില്ല. രമ്യയാണെങ്കിൽ ഓടി വരണേ, എല്ലാവരും ഓടി വരൂ, എന്നെ രക്ഷപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വാതിൽ ലോക്ക് ചെയ്യാണ് പുറത്തു നിന്ന്. ഇതിനിടയിൽ വിക്രം പറയുന്നുണ്ട്, രമ്യ ഇത് ഞാനാണ് നിൽക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവളതൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും നാട്ടുകാരൊക്കെ ഓടിക്കൂടുക കേട്ടോ രമ്യയുടെ സൗണ്ട് കേട്ട്. ലാമയും മാഷും വേദയും എല്ലാവരും തന്നെ വരുന്നുണ്ട്. എന്നിട്ട് അതിനിടയിൽ പോലീസ് വരികയാണ് അങ്ങോട്ട്. കമലാമ്മ രമ്യയുടെ അടുത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരോ വന്ന് ആൻറ്റി കെട്ടിപ്പിടിച്ചു, എന്നെ ഉപദ്രവിക്കാൻ നോക്കി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതിനിടയിൽ പോലീസ് വന്നിട്ട് അവരോടും ഇത് തന്നെയാണ് രമ്യ പറയുന്നത്. അകത്ത് ആളുണ്ട്, ഞാൻ ലോക്ക് ചെയ്തിരിക്കുകയെന്ന് പുറത്തുനിന്ന് എന്ന് പറയുകയാണ്. ഇൻസ്പെക്ടർ ഡോറ് തുറക്കുക കേട്ടോ. അപ്പോഴാണ് വിക്രം ഉള്ളിൽ നിന്നും വരുന്നത്. വിക്രമിനെ കണ്ട് മാഷും കമലാമ്മയും വേദയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ ഇവരെ എല്ലാം ജനങ്ങളെയും കണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. രമ്യ ഇത് കാണുമ്പോൾ ചേട്ടനായിരുന്നോ, എനിക്കറിയില്ലായിരുന്നു, ചേട്ടൻ എന്തിനാ ഈ ചതി എന്നോട് ചെയ്തേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബിയറിൻ്റെ മണം വരും കേട്ടോ. അപ്പോൾ രമ്യ പറയുന്നുണ്ട്, ആൾ മദ്യപിച്ചിട്ടാണ് എന്നെ പിടിച്ചിരിക്കുന്നത്, എന്നെ കയറി പിടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിയറിൻ്റെ മണം കൊണ്ട് വിക്രമും ഇങ്ങനെ ഷർട്ട് എടുത്ത് ഇങ്ങനെ മണത്ത് നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും വിശ്വസിക്കുന്നത് വിക്രം കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ്. പക്ഷേ കമലാമ്മ അപ്പോഴും പറയുന്നുണ്ട്, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല, എൻ്റെ മോൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ കിട്ടിയ അവസരം മുതലാക്കുകയാണ്. നന്നായി തന്നെ വിക്രമിൻ്റെ ഷർട്ടിന് പൊക്കി പിടിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമെടാ, ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയാൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയാൻ വേണ്ടി വരുമ്പോഴേക്കും ഇൻസ്പെക്ടർ തടയുകയാണ്. നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇതിലും വലിയൊരു തെളിവ് ഞങ്ങൾക്ക് കിട്ടാനില്ല, ഇത്രയും ജനങ്ങളെല്ലാം സാക്ഷിയാണ്, ഈ പെൺകുട്ടി ഒരു പെറ്റീഷൻ കൊടുക്കണം, നീ വന്നൊരു പെറ്റീഷൻ കൊടുക്കണം സ്റ്റേഷനിൽ വന്നിട്ട് എന്നിങ്ങനെ പറയുകയാണ് രമ്യയുടെ അടുത്ത്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, സാർ അദ്ദേഹം എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട്, അതിനൊരു അവസരം കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ജഡ്ജിയുടെ മകൾ എവിടെ പോയി എന്നുള്ളത്, ഇനി ആരെന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല, നീയല്ല നിൻ്റെ അപ്പൻ ജഡ്ജി ഉണ്ടല്ലോ, അവർ വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല, നീ ഇങ്ങോട്ട് വാടാ, ജയിലിലെത്തട്ടെ, എന്നിട്ട് നിനക്ക് കണക്കിന് തരുന്നുണ്ട് ഞാൻ എന്നിങ്ങനെ വിക്രമിനോടും പറയുന്നുണ്ട്. രമ്യയുടെ അടുത്ത് പെറ്റീഷൻ കൊടുക്കാൻ പറയുന്ന സമയത്ത് രമ്യ എനിക്ക് പറ്റില്ല, അമ്മയുടെ മോനല്ലേ, ഞാൻ പെറ്റീഷൻ കൊടുക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ മാഷ് കൊടുത്തേ പറ്റൂ എന്ന് പറയാണ്. ഞങ്ങളുടെ മകനാണെന്നും നോക്കേണ്ട, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് രമ്യയുടെ അടുത്ത് പറയാണ്. അപ്പോൾ കമലാമ്മ കരയുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തോടെയാണെങ്കിലും പറയുന്നുണ്ട്, ശരിയാണ്, നീ നിൻ്റെ ഇത് ചെയ്തോ, എന്താണെന്ന് വെച്ചാൽ പെറ്റീഷൻ കൊടുത്തോളൂ, പക്ഷേ എൻ്റെ മകൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം, എല്ലാം തെളിയും പിന്നീട് എന്നിങ്ങനെ പറയുകയാണ്. പോലീസുകാർ വിക്രമിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൂടി നിന്നവരെല്ലാം അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നുണ്ട്. വേദയും നന്ദിനിയും മാത്രമാവുകയാണ് അവിടെ. അപ്പോഴേക്കും നന്ദിനി ഈ അവസരം മുതലാക്കുക കേട്ടോ. നന്ദിനി വേദയുടെ അടുത്ത് വന്ന് വേദയെ കളിയാക്കുകയാണ്, നീയല്ലടി എൻ്റെ പുരുഷൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നിരുന്നത്, എന്നിട്ടിപ്പോൾ എന്തായി, കണ്ടില്ലേ നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇതല്ലേ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, ഇത്രയും നാൾ ഞാൻ ജയിലിൽ നിന്നും വിക്രമിനെ എങ്ങനെയാണോ പുറത്തു കൊണ്ടുവന്നിരുന്നത്, അതുപോലെ ഈ കേസും ഞാൻ തെളിയിച്ച് അവനെ പുറത്തു കൊണ്ടുവരും എന്നിങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്.